ഹലോ, ഉഷ ജനോമിയിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ പോവാണ്. സ്റ്റിച്ച് ലെങ്ത്ത് നമ്മൾ 1 വെച്ചിട്ടുണ്ട്. നമ്മുടെ സെലക്ടർ നമ്മൾ സിയിൽ വെച്ചിട്ടുണ്ട്. സിയിൽ ഏറ്റവും വലിയ വരയിലല്ല കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ടെൻഷൻ നമ്മൾ 1 വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ എംബ്രോയ്ഡറി ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പല്ല് താത്തി കൊടുത്തിട്ടുണ്ട്. പ്രസ് ഫൂട്ടും അതിൻ്റെ ഹോൾഡർ ഊരി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ നോർമൽ ത്രെഡാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തുണിയിൽ നമ്മൾ റിങ്ങിൽ തുണിയിട്ടെടുക്കുക. ഞാനൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് പതുക്കെ നമ്മൾ റിങ് മാറ്റി കൊണ്ടുവരാം. അതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂചി കുത്തി എവിടെയാണോ നിർത്തിയത് അങ്ങനെ നിർത്തിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള ഭാഗം തുടങ്ങാൻ കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റിങ് പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് മൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുത്തുകൂടി തന്നെ ഒന്നുകൂടെ റിട്ടേൺ പോയാൽ മതി. അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് വേണ്ട നമുക്കിനി വേണമെങ്കിൽ ഇതുപോലെ തന്നെ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടും അടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ചെറിയ ഡിസൈനുകൾ ചെയ്ത് തുടങ്ങിയാൽ മതി. പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമ്മൾ പ്രസ് ഫൂട്ട് താത്തി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മളിതൊക്കെ അഴിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കിനും നമ്മൾ ചിലപ്പോൾ പ്രസ് ഫൂട്ട് പൊങ്ങി തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. പ്രസ് ഫൂട്ട് താഴ്ത്താതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും കെട്ടുകൾ വീഴും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തുണി മാക്സിമം ടൈറ്റായിട്ട് ഇടുക എന്നുള്ളതാണ്. നന്നായി ടൈറ്റായിട്ട് ഇട്ടിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് വെച്ച് എൻ്റെ നൂല് തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ വേറെ നൂല് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കിനി തയ്ച്ച് വന്നപ്പോഴത്തേക്കിനും സ്റ്റിച്ച് ചില സ്ഥലത്ത് വീഴാതെ വരുമോ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതുവഴി തന്നെ ഒന്ന് റീസ്റ്റിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എക്സസ് വന്ന നൂലുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതുപോലെ എങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണേ.